ചീമച്ചക്ക അപ്പാസ് വെക്കുന്നത് പോലെ വെക്കാം. ഇന്നലെ നമ്മൾ ഇറച്ചി കറി വെക്കുന്നത് പോലെ വെച്ചായിരുന്നു. അതിന് ഇച്ചിരി കൊച്ചുള്ളി, ഒരു സവാള, ഇച്ചിരി വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പു, പിന്നെ തേങ്ങാപ്പാൽ വേണം. ഗ്രാമ്പു, കടുകിട്ടു, പട്ട, ഗ്രാമ്പു ഇത്രയിട്ട് നമുക്ക് ഉള്ളിയിട്ട് വഴറ്റാം. കൊച്ചുള്ളി, സവാള, വെളുത്തുള്ളി, സ്വല്പം മഞ്ഞൾ, ഉപ്പ് പൊടി, നമുക്ക് ഒരു സ്പൂണ് നല്ലൊരു സ്പൂൺ മല്ലിപ്പൊടിയും ഇച്ചിരി മസാലക്കൂട്ടൂടെ നമുക്കൊന്ന് മിക്സിക്കകത്തോട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. ഇച്ചിരി മഞ്ഞൾ സ്വല്പം ചേർത്താൽ മതി, ഒരുപാട് വേണ്ട. നമ്മൾ കറിവേപ്പില ഇട്ട് പിന്നീട് മുളക് പൊടി ഇടുന്നില്ലല്ലോ, അതുകൊണ്ട് രണ്ടൊന്ന് പച്ചമുളക് ഇടാം. ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ചീമച്ചക്കയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ മിക്സിക്കകത്ത് പൊടിച്ച് വെച്ച മല്ലിപ്പൊടിയും സ്വല്പം മഞ്ഞൾപ്പൊടിയും മസാലക്കൂട്ടണം നമുക്ക് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. വേണ്ടേ, ഈ തിളയ്ക്കുന്ന വെള്ളം കൂടെ അതിനകത്ത് ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചു നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. അത് തിളച്ച് ചക്ക നല്ലപോലെ വെന്തതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഓക്കെ, നമ്മുടെ ചക്ക വെന്തു, നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് ചെറുതായിട്ട് നമുക്കൊന്ന് ചൂടാക്കാം. നമ്മുടെ ചക്കക്കറി ഉണ്ട്, അപ്പാസ് വെച്ച് നമുക്ക് ചപ്പാത്തി കഴിക്കാൻ പറ്റും. വൈകിട്ട് നമുക്ക് ചപ്പാത്തിയും കറിയും